എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിന്ന് നിൽക്കുന്നത് ബെൽജിയത്തിലെ ബ്രൂസൽസിലാണ്. നിങ്ങൾക്കറിയാം, ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രൂസൽസ് എന്ന് പറയുന്നൊരു പട്ടണത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു സെൻറ്ററിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതാ ഒരു പാർക്കുണ്ട്. അപ്പം നമ്മളിന്ന് ആ പാർക്കിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നിച്ച് പോയാലോ? ഭയങ്കര വെയിലാണ്. പക്ഷേ ഇന്നലെ വരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ മഴയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നല്ല ക്ലൈമറ്റാണ് ഇവിടെ. ഇത് നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ബെൽജിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരവും ക്യാപിറ്റൽ സിറ്റിയുമാണ് ബ്രസൽസ്. യൂറോപ്യൻ യൂണിയന്റെ പ്രധാന സ്ഥാപനങ്ങളിൽ പലതും ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഏകദേശം 1.2 ദശലക്ഷത്തിലധികം ആളുകൾ ഇവിടെ താമസിക്കുന്നു. ഫ്രഞ്ചും ഡച്ചുമാണ് ഒഫീഷ്യലായിട്ടുള്ള ഭാഷകൾ. ചോക്ലേറ്റ്, വാഫിൾ, ഫ്രൈസ് എന്നിവ ബ്രൂസൽസിൽ വളരെ പ്രശസ്തമാണ്. പാർക്കിന് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു മോണുമെൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മോണുമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ നേറ്റീവായിട്ടുള്ളൊരു ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 10 വർഷം മുമ്പ് ബ്രൂസൽസ് എയർപോർട്ടിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് മരിച്ചു പോയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്മാരകം അല്ലെങ്കിൽ ഒരു മോണുമെൻ്റാണ് ഈ ഒരു സംഭവം. സോ നമ്മൾ പാർക്കിലേക്ക്, ഇതൊരു ഫേമസ് ആയിട്ടുള്ള പാർക്കാണെന്നാണ് കേട്ടോ അവരും പറഞ്ഞത്. അപ്പോൾ ഈ പാർക്കിലേക്ക് പോകുന്നതിന് ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ് ഇങ്ങനെ ഒരു മോണുമെൻ്റ് ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാർക്കിൻ്റെ അടുത്തേക്ക് പോവാം. ക്ലൈമറ്റ് ഇടയ്ക്കിടയ്ക്ക് മങ്ങുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിൽ ക്ലൗഡി ആവുന്നുണ്ട്. എന്താകുമോ എന്തോന്നറിയില്ല കേട്ടോ. സോ എനിവേ നമുക്ക് പോവാം. ഇതാണ് പാർക്കിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതൊരു മെയിനായിട്ടുള്ളൊരു റോഡാണ് കേട്ടോ. വണ്ടികളൊക്കെ നിറയെ ചറപറാന്ന് പോകുന്നുണ്ട്. സോ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. പാർക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു 2-3 ശില്പങ്ങൾ വെച്ചിട്ടുണ്ട്. എല്ലാം തുണിയില്ലാത്ത ചേച്ചിമാരുടെ ശില്പങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നമ്മൾ എവിടെ പോയാലും, ഇപ്പം ഇവിടെ ഹോട്ടൽസിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയുള്ള പഴയ സ്ഥലങ്ങളിൽ എവിടെ ചെന്നാലും ഇതുപോലെയുള്ള പിക്ചേഴ്സ് കുറേ കാണാം കേട്ടോ. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, നമ്മൾ പണ്ട് ക്യാസൽ എന്ന് പറയുന്ന ഒരു ഷ്ലോസ് കാണാൻ പോയപ്പോഴും അവിടെയും ഇതുപോലെ തന്നെ ഭയങ്കര ആയിട്ട്, എന്നുവെച്ചാൽ ഡ്രസ്സൊന്നും ഇടാത്തൊരു ആളുടെ വലിയൊരു ശില്പമാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത്. അത് നമുക്ക് ഈ യൂറോപ്പിൽ അവിടെ ചെന്നാലും കാണാൻ പറ്റുന്നൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരാളുടെ ഫോട്ടോ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ അല്ല, ലൈക്ക് ഒരു സ്മാരകം. റോബർട്ട് ഷൂമാൻ, ഇദ്ദേഹമായിരിക്കും ചിലപ്പം ഈ ഒരു പാർക്കിൻ്റെ സ്ഥാപകൻ. എനിക്കറിഞ്ഞുകൂടാ. തുളിപ്സ് എല്ലാം പൂത്ത് നിൽക്കുവാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു സമയം എന്ന് പറയുന്നത് തുളിപ്സിൻ്റെ സമയമാണ്. സോ തുളിപ്സ് എല്ലാം പൂത്ത് നല്ല ഇതായിപ്പോയി. മീൻസ് എല്ലാം നല്ലതായിട്ട് വിടർന്ന് നിൽക്കുവാണ് സൈഡ് മുഴുവനും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എല്ലാം വിടർന്ന് നിൽക്കുന്നു. മഴ പെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഓക്കെ, എനിവേ നമുക്ക് അകത്തേക്ക് പോകാം.